കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ച സംഘം. ചെറുവറ്റ സ്വദേശി ഹർഷാദിനെ വയനാട്ടിലാണ് കണ്ടെത്തിയത്. ദീപക് ദർബണ വിശദാംശങ്ങളുമായി ചേർന്നു. ഡി നേരത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം സംഘം 10 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നു. ഇപ്പോൾ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതോടെ യുവാവിന് ഇപ്പോൾ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഈ കേസിന്റെ പിന്നാമ്പറം? എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? തട്ടിക്കൊണ്ടുപോകലിന്റെ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടോ? വിവരങ്ങൾ. സുഹൈൽ, ഇതിൽ ഒരു പണമിടപാട് നടന്നു എന്നുള്ളതാണ് പോലീസ് കൃത്യമായും കണ്ടെത്തിയത്. പക്ഷേ പ്രതികളെ കുറിച്ച് കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചെങ്കിലും അവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. താമരശ്ശേരി ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വ്യാപിപ്പിച്ച ഉടൻ തന്നെയാണ്, അതായത് പ്രതികൾ പിടിയിലാകുമെന്ന് ഏതാണ്ട് സൂചനയായതോടുകൂടി തന്നെയാണ് വൈത്തിരിയിൽ വെച്ച്, അതായത് ഇയാളെ കൊണ്ടുപോയി വയനാട്ടിലെ ഒരു റിസോർട്ടിൽ, സാധാരണഗതിയിൽ ഈ സ്വർണ്ണക്കടത്ത് അതുപോലെ തന്നെ ഈ കള്ളപ്പണം, അതായത് കുഴൽപ്പണം ഇടപാടുകാരെല്ലാം തന്നെ ഇത്തരത്തിൽ പൊട്ടിക്കൽ ആയിട്ട് വരുന്നവരെ അതുപോലെ തന്നെ മറ്റ് പണമിടപാടിന്റെ ഭാഗമായുള്ളവരെ തട്ടിക്കൊണ്ടുപോയാൽ വയനാട്ടിലെ റിസോർട്ടിൽ കൊണ്ടുപോവുക പതിവാണ്. നേരത്തെ സുഹൈൽ ഓർക്കുന്നുണ്ടാവും, വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് തന്നെ നടന്ന ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ ഇർഷാദ് എന്ന് പറയുന്ന മറ്റൊരാൾ കൊല്ലപ്പെട്ടിരുന്നു. അയാളെയും ഇതുപോലെ മറ്റു സ്ഥലത്തും കൊണ്ടുപോയതായിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിൽ വയനാട്ടിലേക്ക് കൊണ്ടുപോയി വയനാട്ടിൽ നിന്നും പോലീസ് പിടിക്കുമെന്ന സൂചനയെ തുടർന്ന് വൈത്തിരിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വൈത്തിരിയിൽ നിന്നും അയാൾ വീട്ടിലേക്ക് വിളിക്കുന്നു, നേരെ പോലീസിൽ വിവരം ലഭിക്കുന്നു. അങ്ങനെ വൈത്തിരിയിൽ നിന്നും ബസ്സിൽ അടിവാരത്തേക്ക് എത്തിയ ആളെ പോലീസ് പിടികൂടി. ഇപ്പോൾ വൈദ്യപരിശോധന താമരശ്ശേരി ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാരമായ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ തട്ടിക്കൊണ്ടുപോയ സംഘം 10 ലക്ഷം ആവശ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. അതിലേക്ക് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കടക്കുന്നു. ഏതായാലും ആശ്വാസകരമായ വാർത്ത സുഹൈൽ, ഈ ഘട്ടത്തിൽ അർഷാദിനെ കണ്ടെത്താൻ സാധിച്ചു. വീട്ടിലേക്ക് അല്പസമയത്തിനകം അർഷാദ് എത്തുകയും ചെയ്യും. സുഹൈൽ. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. പണമിടപാടുകൾ, കുഴൽപ്പണ ഇടപാടുകൾ, അങ്ങനെ സ്വർണം പൊട്ടിക്കൽ, ഇത്തരം സംഭവങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകൽ കോഴിക്കോട് ജില്ലയിൽ പതിവാവുകയാണ്.